ഇനി തുടർന്നുകൊണ്ട് നബിയോട് പറയണം, ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖിൽ മുബീൻ. ആകയാൽ ഫതവക്കൽ അലല്ലാഹ്, നബിയെ താങ്കൾ അല്ലാഹുവിൻ്റെ മേൽ താങ്കളുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചേക്കുക. ഫതവക്കൽ, തവക്കല ബരമേൽപ്പിച്ചു. യതവക്കലു എൻ്റെ മുളാരി, എൻ്റെ അംറു ഫിഅലാണ് തവക്കൽ. നീ ഏൽപ്പിക്കുക അലല്ലാഹ്, എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചോളൂ. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തഫ്സീർ കൊടുക്കുന്നു, ഐ ഫീ ജമീഇ ഉമൂരിക, നിന്റെ എല്ലാ കാര്യങ്ങളിലും നീ ആരെ തവക്കുലാക്കിക്കോ? അല്ലാഹുവിൽ ബരമേൽപ്പിച്ചോ. വബല്ലിഗ് റിസാലത റബ്ബിക, നിന്റെ റബ്ബിന്റെ സത്യസന്ദേശത്തെ താങ്കൾ എത്തിച്ചോളൂ. എന്താ കാരണം? ഇന്നക, നിശ്ചയമായും നീ അലൽ ഹഖിൽ മുബീൻ, ഏറ്റവും വ്യക്തമായ ഹഖിലാണ് താങ്കളുള്ളത്. നിങ്ങൾ പറയുന്നത് മുഴുവനും സത്യമാണ്. ആത്മാർത്ഥമായി അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തിക്കോളൂ. എല്ലാം അല്ലാഹുവിൽ ബരമേൽപ്പിച്ചോളൂ, ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ റസൂലുള്ളാഹിനോടുള്ള കൽപ്പന ഫതവക്കൽ അലല്ലാഹ്. ഇത് ബാഹ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഖിതാബ് അഥവാ അഭിസംബോധനയാണെങ്കിലും നമുക്കെല്ലാവർക്കും ബാധകമാണ്. അല്ലാഹുവിലാണ് തവക്കുലാക്കേണ്ടത്. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, വിശ്വാസികൾ അവരുടെ റബ്ബിൽ മാത്രം തവക്കുലാക്കുന്നവരാണ്. തവക്കുലാക്കുക അല്ലെങ്കിൽ തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ കുറച്ച് വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യാൻ കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഏതൊരു പ്രവൃത്തിയിലാവട്ടെ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കഴിവുകൾ പ്രകൃത്യാ അള്ളാഹു നമുക്ക് നൽകിയതാണ്. അത് മനുഷ്യർക്ക് അള്ളാഹു, ഓരോ ജീവികൾക്കുണ്ട് അതിൻ്റെതായ ചില കഴിവുകളുണ്ട്. മനുഷ്യരായി നമുക്ക് ചില കഴിവുകൾ അള്ളാഹു തആല പ്രകൃത്യാ നൽകിയിട്ടുണ്ട്. ആ പ്രകൃത്യാ നൽകിയിട്ടുള്ള കഴിവുകളെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ശേഷം അത് ഉപയോഗിക്കുന്നതോടൊപ്പം അതിൻ്റെ പൂർത്തീകരണവും അതിൻ്റെ വിജയവും നമ്മുടെ കൈകളിലല്ല. ഉദാഹരണം, കൃഷി ഉണ്ടാകണമെങ്കിൽ വിത്തെറിയാൻ അല്ലാഹു തആല കൽപ്പിച്ചു. വിത്തെറിയണം. വിത്തെറിയാതെ അതിൻ്റെ സബബാണ്. നെല്ല്, അരി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നെല്ലുണ്ടാവണം. നെല്ലുണ്ടാകണമെങ്കിൽ ആദ്യം വിത്തെറിയണം. വിത്തെറിയണമെങ്കിൽ കൊട്ടമ്പാടത്ത് വിത്തെറിഞ്ഞിട്ട് കാര്യമില്ല, മണ്ണ് ശരിപ്പെടുത്തണം, അതിൽ ജലസേചനം നടക്കണം, അങ്ങനെ അത് ഉഴുതുമറിക്കണം, അതിലേക്ക് വിത്ത്, പാകമായ വിത്തുകൾ ഇടണം. അത് മുളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചെടികളെ അതിൻ്റെതായ സ്ഥാനത്ത് നിന്ന് പറിച്ചു മാറ്റി മറ്റ് സ്ഥലങ്ങളിൽ വീണ്ടും അത് നിക്ഷേപിക്കണം, വളർത്തണം. ഇതൊക്കെ അതിൻ്റെ സബബുകളാണ്. ഈ സബബുകളിലൂടെയാണ് നമുക്ക് അല്ലാഹു തആല ഒരു കാര്യം, ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം ഉദാഹരണം പറഞ്ഞതാണ്, അത് നമുക്ക് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതെങ്കിൽ ആ വിഷയത്തിൽ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മെ കൊണ്ട് ചെയ്യാനാകുന്നതൊക്കെ ഒരാൾ ചെയ്യണം. ഒരു കർഷകൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അയാൾ ഭൂമി വേണം, നിലമൊരുക്കണം, ഉഴുതുമറിക്കണം, വെള്ളം വേണം, വളം ചേർക്കണം, എല്ലാ വിത്തെറിയണം, എല്ലാം എറിഞ്ഞു റെഡിയാക്കി അയാൾ വിസ്മീൻ ചൊല്ലി വിത്തൊക്കെ എറിഞ്ഞു. ഇനി അത് മുളപ്പിക്കുക എന്നുള്ളത് അയാളെ കഴിവുപ്പെട്ടതല്ല. അയാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ പ്രകൃത്യാ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ അതിൽ എറിഞ്ഞിട്ടുള്ള വിത്ത് ഭൂമിയിലേക്ക് ആണ്ടുപോകാതെ അതിനെ ഇങ്ങോട്ട് മുള പൊട്ടിച്ച് മുകളിലേക്ക് അതിനെ ഒരു ചെടിയായി, നെൽച്ചെടിയായി കൊണ്ടുവരിക എന്നുള്ള പണി ആരുടേതല്ല? ഈ മനുഷ്യൻ്റെതല്ല. അതുകൊണ്ട് നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന അസ്ബാബുകളെ നാം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിൽ അള്ളാഹുവിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏൽപ്പിക്കണം. ഇതാ തവക്കുല്. ഇതാണ് തവക്കുല്. മറ്റൊരു, ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ ചാരി കസേരയിൽ ചാരി ഇരുന്നിട്ട് പറയണേ എനിക്കുള്ള റിസ്ക് അല്ലാഹു തആല എനിക്ക് കണക്കാക്കിയിട്ടുണ്ട്, അത് എനിക്ക് ഇവിടെ എത്തുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. എവിടുന്ന് കിട്ടാനാ? അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? മറ്റേതിന് തവാക്കുല് എന്നാ പറയാ. തവാക്കുല്, തവക്കുലും തവാക്കുലും തമ്മിൽ വ്യത്യാസം എന്താണ്? തവക്കുല് അതിൻ്റെ ശരിയായ രീതിയാണ്. ഞാൻ ഈ പറഞ്ഞ മാതിരി നമുക്ക് നിശ്ചയിക്കപ്പെട്ട കാരണങ്ങളെയൊക്കെ സമീപിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കലാണ് തവക്കുല്.
തവാക്കുലോ ഒന്നും ചെയ്യാതെ അങ്ങനെ വെറുതെ ഒത്തിരിക്കുക, മടിയനായിട്ടിരിക്കുക, എന്നിട്ട് പറയാം ഒക്കെ അള്ളാഹ് നോക്കിക്കോളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് യമനികളായ ചില ഹാജിമാര് മക്കയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നു. യമനിൽ നിന്ന് അവർ ഹജ്ജിനും ഉംറക്കൊക്കെ പുറപ്പെടും. ഹജ്ജിനും ഉംറക്കൊക്കെ പുറപ്പെടുമ്പോൾ അവർ അവിടെ ഹജ്ജ് കഴിയുവോളം ജീവിക്കാനുള്ള വിഭവങ്ങളൊന്നും അവർ തയ്യാറാക്കൂല. വെറും കൈയോടെ അങ്ങോട്ട് പോരും, യമനിൽ നിന്ന് പോരും മക്കത്തൊക്കെ. എന്നിട്ട് അവര് ചോദിച്ചാൽ പറയുന്നത്, ഞങ്ങൾ അള്ളാഹ് നോക്കിക്കോളും, അള്ളാഹിൻ്റെ വീട്ടിൻ്റെ അടുത്തേക്കല്ലേ പോണെന്ന്. എന്നിട്ട് മക്കത്തെത്താൻ എന്തിയാ പണി? ആൾക്കാരോട് ഇറക്കും, ഞങ്ങൾ യമനിൽ നിന്ന് വന്ന ഹാജിയാണ്, എന്തെങ്കിലും സഹായിക്കണം, ഞങ്ങൾക്ക് തിരിച്ചു പോകത്തിനൊന്നും വകുപ്പില്ല. അവിടെ വന്നിട്ട് യാചിക്കും. ഈ സ്വഭാവം ഉണ്ടായപ്പോൾ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, ഫതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. നിങ്ങൾ പാഥേയം ഒരുക്കണം. ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ അതിനു വേണ്ട ഒരുക്കങ്ങൾ, വിഭവങ്ങൾ സമാഹരിക്കണം. ഫതസവ്വദൂ, വിഭവ സമാഹരണം നടത്തണം. നിങ്ങൾ സമാഹരിക്കേണ്ടുന്ന ഏറ്റവും ഉത്തമമായ വിഭവം ഏതാണ്? അത്തഖ്വാ. അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം പോക്ക്. നീ എന്തെന്നെ ഒരുക്കി ഒരുപാട് പൈസയും പണമൊക്കെ ഉണ്ടായി, ആചാരെന്ന പേരിട്ടാനും പിന്നെ നാലാൾ അറിയണമൊക്കെ വേണം, എന്നാ പോയി നിങ്ങളെ കാര്യം. നേരെ മറിച്ച് അതല്ല, നല്ല തഖ്വയോടുകൂടെയുള്ള തയ്യാറെടുപ്പ്. ആദ്യം ആ അടിത്തറമേൽ പൊക്കപ്പെട്ട നിലക്ക് വേണ്ട വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണം ഹജ്ജിന് പോകാൻ. അവിടെ ചെന്നിട്ട് ഇരക്കാൻ നടക്കരുത്. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? ഈ യമനി ഹാജിമാര് തവാക്കുല നടത്തിയത് മനസ്സിലായോ? ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്തില്ല, വെറുതെ കയ്യും വീശി പോയിട്ട് പറയാ അള്ളാഹ് നോക്കുന്നു. എന്നിട്ട് അവിടെ അള്ളാഹ് നോക്കണ്ടോ? ഇല്ല, അവരവിടെ പോയിട്ട് ഇരക്കാണ്. അപ്പോഴാ ഖുർആൻ അവരോട് പറഞ്ഞത് ഇങ്ങനെ പറ്റൂല. ഇങ്ങനെ കുറെ ആളുകളുണ്ട്, ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുക, എനിക്കുള്ളത് ഇവിടെ എങ്ങനെ എത്തും എന്ന് പറയാം, എനിക്കുള്ളത് ഇവിടെ എങ്ങനെ എത്തും